നമ്മളിന്നൊരു പ്രോഗ്രാമായിട്ട് ഇങ്ങനെ ഇറങ്ങിയത്. അപ്പം പ്രോഗ്രാം നടക്കുന്നത് സിഹാത്തിൽ ഒരു ഫാം ഹൗസ് വെച്ചിട്ടാണ്. അവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല പ്രകൃതി രമണീയമായ അന്തരീക്ഷം. അതിൻ്റെ ഇടയിൽ ഈ പനകൾ, നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ പനകൾ, അതിൻ്റെ ഇടയിലാണ് ഈ പറഞ്ഞ മസറ. എല്ലാ ഐറ്റം മുഷക്കിലായിട്ടുള്ള എല്ലാ ഐറ്റംസ് ഉള്ള എല്ലാത്തരം മരങ്ങളുള്ള ഒരു മസറ. ഇവിടെ ഇങ്ങനെ ഈ സംഭവം മനസ്സിലായോ? ഇത് മൊത്തം ഇതാണ്. നമ്മുടെ ഷെംസ് അവിടെ നിൽപ്പുണ്ട് കേട്ടാ. ഷെംസ് ഇത് സാധനം നോക്ക്. ഇതാ ഒരു ഭയങ്കര അനുഭവമാണ് ഇത്. അടിപൊളി സാധനം നോക്ക്. ഇത് സംഭവം മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മളെ നാട്ടിലെ മൾബറി അടിപൊളിയല്ലേ? നല്ല ടേസ്റ്റ് ഇല്ലേ? സൂപ്പർ ടേസ്റ്റ്. ഇത് മൊത്തം ഇങ്ങനെ കാട് കണക്ക് കിളിച്ചടക്കുക മൊത്തത്തിൽ. ഇപ്പം നമ്മളെ നാട്ടിൽ പോലും ഈ സാധനം കാണാനില്ലേ? ഉണ്ടോ? നമുക്ക് ഇങ്ങനെ മൊത്തത്തിൽ ആ സാധനമാണ്. ഈ ഒരു കറുത്ത കളർ, നല്ല പഴുത്ത, നമുക്ക് ഈ ഒരു കളറാണ് നല്ല പഴുത്തത്. ഇത് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ വരും കേട്ടോ. ഇതിങ്ങനെ പിച്ചിട്ട് സൂപ്പർ. ഇത് മൊത്തം ഇത് തന്നെതാ. ഇത് മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ള ഐറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെല്ലാം സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നല്ല ഫ്രഷ് മൾബറി നമ്മളിങ്ങനെ പറിച്ചിട്ട് നല്ല വൃത്തിയുള്ളൊരു പീസ്. അടിപൊളി സൂപ്പർ ഫ്രഷ്. ഈ മൾബറി മാത്രമല്ല കേട്ടോ, ഇതുണ്ട് വാട്ടർ ലെമൻ്റെ തണ്ണിമത്തൻ്റെ ചെടികൾ, അതുപോലെ ബദാമിൻ്റെ ചെടികൾ. ഇത് മനസ്സിലായ ഈ ഐറ്റം? ഇതൊന്നും മനസ്സിലായ? ഇത് മുല്ലപ്പൂ. നമ്മുടെ നാട്ടിൽ അന്യം നിന്ന സാധനമാണ്. മറ്റേത് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന സംഭവം. ഇതിപ്പം നമ്മുടെ നാട്ടിൽ പോലും ഇല്ലാത്ത സാധനം ഈ ദമാമിലുണ്ട് കേട്ടോ. ബദാമിൻ്റെ ചെടികൾ, മുല്ലപ്പൂ മുല്ലപ്പൂ മുട്ട് വേണ്ട. ഒരു മുല്ലപ്പൂ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ പിച്ചി. നല്ല മണമുണ്ട് കേട്ടോ മുല്ലപ്പൂവിന്, നല്ല മണമുണ്ട്, സൂപ്പർ മണം. ഇതായിട്ട് മനസ്സിലായി? ഇത് നാരങ്ങയുടെ ചെടികൾ, നാരങ്ങ മരവ, ചെറിയ നാരങ്ങയല്ലേ. ഇത് വലിയ നാരങ്ങ കാണാൻ പറ്റുന്നില്ല. നാരങ്ങയുടെ മരം നമ്മുടെ നാട്ടിൽ ബൊമ്പിളിമസ് എന്ന് പറയുന്നതാണ്. അത് വലിയ നാരങ്ങ. ഇതാ നാരങ്ങ, സൈസ് നാരങ്ങ. പിന്നെ മാവ് ഉണ്ടോ? മാവ്. അതാ പേരമരം എല്ലാ ഐറ്റവും ഉണ്ട്. ഇവനെൻ്റെ കൂടെ കുറേ നേരമായിട്ട് കൂടെ ഉണ്ട് കേട്ടാ. ഇതെല്ലാം നാരങ്ങ മരമാണ്. ഇതെല്ലാം നാരങ്ങ മരങ്ങളാണ്. ഇതാ കരിമ്പാണ്. നിങ്ങൾ പറ, എനിക്ക് മനസ്സിലായിട്ട്. കരിമ്പല്ല, എൻ്റെ പേരെനിക്കറിയില്ല. ഈ സംഭവം തക്കാളി പിടിച്ചിടക്കുന്നുണ്ട്. തക്കാളി പിടിച്ചിടക്കുന്ന കാണാൻ പറ്റുന്നെങ്കിൽ ഇതാ തക്കാളി. ഇത് മറ്റേ ഇതാണെന്ന് മനസ്സിലായിട്ടില്ല. പ്രേമുള്ളൊരു മസറ
ഇത്രയും ചെടികളുള്ള അടിപൊളി ഒരു മസറ. ഇതെന്താ ഈ ചെടി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ഇടുന്നത്. എനിക്ക് മനസ്സിലായിട്ടില്ല അത്. തക്കാളിയൊക്കെ ഇങ്ങനെ അവിടെ വീണ് പഴുത്ത് കിടക്കുക. നമുക്ക് മുല്ലപ്പൂവിൻ്റെ മുട്ടയുണ്ടോ? മുല്ലപ്പൂ ഇങ്ങനെ വിടുന്നു. നല്ല പ്രകൃതി രമണീയമായ അന്തരീക്ഷം, ഒരു തണുത്ത കാലാവസ്ഥ, നല്ല തണുപ്പ്. അതെന്ത് ഈ നാരങ്ങാമരവും മുല്ലപ്പൂവും അതിൻ്റെ ഇടയിൽ ഈത്തപ്പഴത്തിൻ്റെ പന, എന്താ ഇതിൻ്റെ ഇടയിൽ കൂടെ ആ പനയും കൂടെ കാണുമ്പോൾ എന്താ രസം. ഇപ്പോൾ സുഹൃത്തുക്കൾ, ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നാടിനെ വല്ലാതെ മിസ്സാവുന്നുണ്ട് കേട്ടാ. ഈ നാരങ്ങ ചെടികളും ഈ തണ്ണിമത്തൻ്റെ ഇങ്ങനെ താഴെ ഇങ്ങനെ കിളിച്ച് കിടക്കുന്നതും അതുപോലെ മുല്ലപ്പൂവും ഇതൊക്കെ വല്ലാത്തൊരു അനുഭൂതിയാണ്. നമ്മുടെ ഒരാഴ്ചയിലെ ഡ്യൂട്ടിക്ക് ശേഷം ഓഫ് ഡേ ആയിട്ടുള്ള ഫ്രൈഡേ ഇതുപോലെ വീണ് കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ പാഴാക്കാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ കണ്ണിനെയും ബ്രെയിനെയും അതുപോലെ മനസ്സിനെയും നല്ല രീതിയിൽ കുളിരണിയിപ്പിച്ച് റിഫ്രഷ് ആക്കിക്കൊണ്ട് പിറ്റേന്ന് പോയി ഡ്യൂട്ടിക്ക് കയറുമ്പോൾ വല്ലാതൊരു അനുഭൂതി തന്നെയാണ് കേട്ടാ. ഈ ഫാം ഹൗസിലൊക്കെ പോകുമ്പോഴേ നമ്മുടെ കണ്ണും മനസ്സും ബ്രെയിനും ഒക്കെ റിഫ്രഷ് ആവുമെന്ന് ഞാൻ വെറുതെ തള്ളിയതല്ല കേട്ടോ. ഇത് സയന്റിഫിക്കലി പ്രൂഫ് ചെയ്ത കാര്യമാണ്. നമ്മുടെ ഈ ഗ്രീൻ കളറും ഗ്രീനറിയും ഒക്കെ നമ്മുടെ മനസ്സിനെയും കണ്ണിനെയും ഒക്കെ നല്ല രീതിയിൽ റിഫ്രഷ് ആക്കും. ഒരു റിഫ്രഷിങ് കളറാണ് ഗ്രീൻ കളർ കേട്ടോ. ഞാനങ്ങനെ അവിടെ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറേ മൽബറികളും വെച്ച് മനസ്സൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കി മനസ്സോടെ താൽക്കാലികമായി അവിടെ നിന്നും വിട പറഞ്ഞു.